ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നതും നിങ്ങളുടെ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ വരുന്നതും, അതുമാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിത്തീരും, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന ഒരു റീഡിംഗ് ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം കാമായിട്ടിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. മറ്റു കാര്യങ്ങളോ മറ്റ് സിറ്റുവേഷൻസോ മൈൻഡ് മാറുന്ന സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിത്തീരും, അത് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിവിടെ കിട്ടുന്ന എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റീഡിങ് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ്, അല്ലെങ്കിൽ ഏതാണ്, എങ്ങനെയാവും നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ എന്ത് 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 ഏരിയയിലോട്ടാണ് പോകുന്നത്, എന്ത് സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ വഴി നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾക്ക് കറൻ്റ്ലി അതായത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രോബ്ലംസാണ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസും നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ടവർ എനർജിയാണ്. ഒരുപാട് ഇൻസിഡൻറ്റും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, വെറുതെ നോക്കി നിൽക്കുന്ന ഒരു നോക്കി നിൽക്കാൻ മാത്രം പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ട, പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിയലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ സ്പിരിച്വൽ പരമായിട്ടായാലും, അതുമാത്രമല്ല ഫിനാൻസ് പരമായിട്ടായാലും, കരിയർ റിലേറ്റഡ് ആയാലും, റിലേഷൻഷിപ്പ് പരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഈ ഒരു ജീവിതത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ബട്ട് ഇനി നിങ്ങളുടെ വരാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് ഈ പഠിച്ച പാഠങ്ങൾ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് കറൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും പ്രോബ്ലംസും നെഗറ്റീവ്സും എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ വേണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ സ്പിരിച്വൽ ജേർണിയിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നു, ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് സിറ്റുവേഷൻസും. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ കയറുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ദൈവം എനിക്കെന്ത് ഇത്രത്തോളം പ്രശ്നങ്ങളും ഇത്രത്തോളം പ്രോബ്ലംസും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും വലിയ വലിയ പ്രോബ്ലംസ് എനിക്ക് എന്തുകൊണ്ട് തരുന്നു എന്ന് ചോദിച്ചതിന് ഉത്തരം ഞാൻ റീഡിങ്ങിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് എനിക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും എനിക്ക് റീഡിങ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു ടൈമിൽ ഞാൻ ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ് ആ പ്രോബ്ലംസ് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് എനിക്ക് സക്സസ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസും സിറ്റുവേഷൻസും എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലത്തേക്ക് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരാൻ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ സമയം നിങ്ങൾ എന്ത് സിറ്റുവേഷനാണോ ഹാൻഡിൽ ചെയ്യുന്നത്, എന്ത് പ്രോബ്ലംസ് ആണോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇവിടെ ടവർ എനർജിയാണ് കാണിക്കുന്നത്. സോ ഒരുപാട് ട്രോമ പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് അലട്ടലുകൾ, ഒരുപാട് ഫിനാൻഷ്യൽ, മെറ്റീരിയൽ, സ്പിരിച്വൽ ലൈഫിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസ്, നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള സിറ്റുവേഷൻസും ഇതെല്ലാം നിങ്ങളിപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കാർമിക്ക് ഈ ലൂപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരേണ്ട ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം റിലേഷൻഷിപ്പിലായാലും എന്ത് സിറ്റുവേഷനിലായാലും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ട വിധേനെ മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ളൊരു തകർച്ച. ഇവിടെ ഫുൾ ഒരുപാട് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാമെന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിലാണ് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പെയിൻ കാണാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് എബൌട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ടും നോയിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ട്. ഇവിടെ ലൂപ്പ് ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ ഡാർക്ക് നെറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിഞ്ഞൂടാത്ത സിറ്റുവേഷൻ, നിങ്ങൾ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ട്. ഇവിടെ കരയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ കരയുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, പെയിൻ ആവുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് പോലും കയ്യിൽ നിൽക്കാത്ത പക്ഷം നിങ്ങൾ ഒരുപാട് പെയിൻ ആവുന്നുണ്ട്, ഒരുപാട് വേദനാജനകമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ
ഹാൻഡിൽ ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് അത് മനസ്സ് തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്കിവിടെ കാർഡ് കാണുമ്പോൾ ഉണ്ടായിരിക്കണം, കാരണം ഇവിടെ അത്രത്തോളം പെയിനായിട്ട് എനർജി മാറുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കാർമിക് പരമായിട്ടുള്ള ലൂപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒന്ന് കാർമിക്ക്, 2 ഡാർക്ക് നെറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസ്, 3 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. ഒരുപാട് പേര് മുഖേന നിങ്ങൾ വേദനിക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ മുഖേന ആയിരിക്കണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ മുഖേന ആയിരിക്കണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നത്. ബട്ട് ഇവിടെ പെയിൻ കൊണ്ട് ഭയങ്കരമായിട്ടും വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രൈൻ ആവുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്തോ ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്നീ നിങ്ങൾ മാനസികപരമായിട്ടും പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ ആരെ ഭയങ്കരമായിട്ട് വലിച്ചു കീറുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. 100% ആത്മാർത്ഥത ഒന്നിനും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എനിക്കിവിടെ കിട്ടുന്ന എനർജിയാണ്. അതായത് ഇപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആശയ്ക്ക് കിട്ടുന്ന കാർഡ് എന്തായാലെങ്കിലും പണ്ടത്തെ പോലെ പച്ചയ്ക്ക് പോകണം. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം അത്രയും ഡീപ്പിൽ വരുന്ന കാർഡുകളൊക്കെ അത്രയും ഇമോഷൻസ് ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ കർമ്മ എനിക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന സിറ്റുവേഷൻസ് വെച്ച് നോക്കിയിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രോബ്ലംസ് നിൽക്കുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഇഷ്യൂസും ഒരുപാട് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ സക്സസ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരും ഉണ്ടാവാനുള്ള ഒരു ചാൻസസും ഉള്ളതായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവരുടെ എനർജി ലോ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളെക്കാളും നിങ്ങൾ ഭയങ്കര പെയിൻഫുള്ളാണ്, നിങ്ങൾ ഭയങ്കര എക്സ്പ്രസീവാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും ഒരുപാട് പെയിനും കാര്യങ്ങളും ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ ഭയങ്കര എക്സ്പ്രസീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെയിൻ ഒരു പടി മേലിലാണ്. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു പെയിനുള്ളൂ, ഞാനാണ് ഇങ്ങനെ ഇപ്പം ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നിങ്ങൾ മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളുടെ പെയിൻ്റെ 100% പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെയും ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പ്രസീവ് ആയതുകൊണ്ട് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്, കരയുന്നുണ്ട്, നിങ്ങളത് ബാക്കിയുള്ള ആൾക്കാരടുത്ത് പറയുന്നുണ്ട്. നിങ്ങളത് മനസ്സിൽ തുറന്നു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒരുപാട് വേദനിക്കുന്നതും അല്ലെങ്കിൽ സൊല്യൂഷൻസ് വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്. സോ ഇത് മാറുന്നുണ്ട് കേട്ടോ, ഈ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളെ ആരോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൺട്രോളിലല്ല ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് സ്പിരിച്വൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ സ്പിരിച്വൽ എക്സ്പീരിയൻസിലോട്ട് കയറുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജേണിയും പഴയ സിറ്റുവേഷൻസും പഴയ കാര്യങ്ങളും എല്ലാം മാറിയതിന് ശേഷം പുതിയ ഒരു ലൂപ്പിലോട്ട് കയറിയ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്യണം, ഈ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു പർപ്പസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, ഈ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ആരായി തീരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എഴുതി വെച്ചൊരു കാര്യത്തിലോട്ട് പോകേണ്ട, നിങ്ങളെ ടോട്ടലി ഡിവൈൻ ട്രെയിൻ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞൊരു ആ ഒരു കാര്യം തന്നെയാണ്. സ്പിരിച്വൽ ജേണിയിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിഞ്ഞൂടായിരുന്നു, ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഞാനിങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് കയറിയതിന് ശേഷം എനിക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി സക്സസ്സും അല്ല കിട്ടിയിരുന്നത്. ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് ഇഷ്യൂസും ആയിരുന്നു വന്നിരുന്നത്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം വരാൻ കാരണം ഫ്യൂച്ചറിൽ ഈ ആൾക്കാർക്ക് വേണ്ടി ഫ്യൂച്ചറിൽ നന്മ വരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതേപോലെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഡാർക്ക് നെറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻസ് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഫ്യൂച്ചർ നാളെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഇതാക്കാനുള്ളത്. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു എനർജി വരേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കറൻ്റ്ലി എനർജി ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിത്തീരും എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ എന്തായിത്തീരും, നിങ്ങളുടെ ഫ്യൂച്ചർ.
ഓക്കെ. ഓക്കെ. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ്സ് ആണ് ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് അത് നോക്കാം. ഫ്യൂച്ചർ കാർഡ്സ്. ഇനിയാണ് യഥാർത്ഥ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോകാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായി തീരും എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു ലോൺലെസ്സിലാണ്, തകർച്ചയുടെ വക്കിലായിരിക്കും നിൽക്കുന്നത്. ഒരു ടൈം പീരീഡ് കഴിഞ്ഞു, അടുത്തൊരു ടൈം പീരീഡിൽ കയറിയതിന് ശേഷവും നിങ്ങൾക്ക് വലിയ സക്സസ്സോ കരിയർ ഗ്രോത്തോ ഒന്നും ഉണ്ടാവുന്നില്ല. ടവർ എനർജി കാർഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ടവർ എനർജി കാർഡ് തന്നെയാണ്. ടവർ എനർജി കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നെഗറ്റീവ് പരമായിട്ടുള്ള ഇഷ്യൂസും ഒരുപാട് സാധനങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിടക്ക് നിങ്ങളെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് സിറ്റുവേഷനുകൾ നിങ്ങളിപ്പോൾ തരണം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എവിടെന്നെങ്കിലും ആരെങ്കിലും വന്ന് സഹായിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താലും ഒരുപാട് തടസ്സങ്ങൾ മാത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് എനർജി അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ സിറ്റുവേഷനിലും നിങ്ങളെ തകർച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഡിവൈൻ എവിടെന്നെങ്കിലും വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് പോലും ബലമില്ലാത്ത സമയം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു പ്രോബ്ലം മാത്രമല്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് എനർജി പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എത്തേണ്ട പൊസിഷൻസിൽ അല്ലെങ്കിൽ എത്തേണ്ട സിറ്റുവേഷൻസും ഇതെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലോട്ട് എത്തത്തുള്ളൂ എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മേജർ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ബ്ലെസ്സിങ്സ് വരാതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സക്സസ് വരേണ്ട സമയത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് എനർജീസ് പുണ്ണ് പിടിച്ചിരിക്കുന്ന കണക്കാ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഭയങ്കര നെഗറ്റീവ് പിടിച്ച് മടി പിടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഒരു ലോൺലെസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു നിങ്ങൾക്ക് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഇങ്ങനെ എന്തോ ഒരു സാധനം നിങ്ങളങ്ങ് വലിച്ച് അവിടെ കൊണ്ട് ഇടുന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസും സിറ്റുവേഷൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മാത്രം പ്രോബ്ലംസ് അല്ല, ഒരുപാട് ആൾക്കാർക്ക് ഈ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. ഇറ്റ്സ് എ ലൂപ്പ്. നിങ്ങളുടെ മൈൻഡ് ഒരു ലൂപ്പിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു. മൈൻഡ് ഒരു ലൂപ്പിലോട്ട് പോയി ഫ്രസ്ട്രേഷൻ ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്നുണ്ട്. കെട്ടുപിണഞ്ഞ് കിടക്കും എന്നൊക്കെ പറയില്ലേ, കെട്ടുപിണഞ്ഞ് നിങ്ങൾ വിഷമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്ത ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ അവേക്കനിങ് സിറ്റുവേഷൻസ്. ഇതൊരു അവേക്കനിങ് സിറ്റുവേഷൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഈ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് മാറുന്നതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ആ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു മേജർ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പല ആൾക്കാരും നിങ്ങളെ നെഗറ്റീവിലോട്ട് പിടിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളെ നശിപ്പിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ സക്സസ്സിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂം കൊടുക്കാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ഈവൻ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ പണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ വിട്ട് പോകത്തില്ല, ഈ വ്യക്തി എൻ്റേത് മാത്രമാണ് എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ ഈ സമയത്ത് മാറി നിൽക്കുന്ന ഒരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് എങ്ങനെ പോകുന്നു, സമയം എങ്ങനെ പോകുന്നു, ഒരുപാട് ഒരു മൂഡ് സ്വിങ്സ് സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ തോന്നുന്നൊരു സമയമായിട്ടല്ലേ ഇവിടെ ഇപ്പം നിങ്ങളുടെ സമയം അങ്ങനെയൊക്കെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് പെട്ടെന്ന് രാവിലെ ആവുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പെട്ടെന്ന് രാത്രി ആവുന്നു, സഡൻലി പെട്ടെന്ന് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സഡൻലി സമയം പോകുന്നും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നറിഞ്ഞൂടാത്ത സിറ്റുവേഷനിലായിരിക്കും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ വന്നു പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ മാത്രം നടക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവിടെ മേജറിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ മേജറിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളത് ഓൾമോസ്റ്റ് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്നത്. ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തിലോട്ട് മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എനർജി എന്തിലോട്ടാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കൂടുതലും അതിലോട്ട് മാത്രം എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും എല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ സോളിനെ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളും നിങ്ങളെയും പറ്റിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത്,
ഞാനിനി അതിലോട്ട് പോകത്തില്ല, എനിക്കിനി അത് ഇഷ്ടമല്ല, എൻ്റെ എനർജി ഞാൻ ഇതിലോട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് നിന്നിട്ട് നിങ്ങളുടെ ഒരു ടൈം പീരീഡ് മാറുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ട് സാഹചര്യം വരുന്ന സമയത്ത് അതിലോട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇനി ഞാൻ അവൻ്റെ പിറകെ പോകത്തില്ല, ഇനി ഞാൻ അവളുടെ പിറകെ പോകത്തില്ല, സമയം വേസ്റ്റ് ആക്കില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങളൊരു ടൈം പീരീഡ് സമയം സിറ്റുവേഷൻസ് മാറുന്ന സമയത്ത് നിങ്ങളെ സോളിനെ കളിപ്പിക്കുകയാണെങ്കിൽ, സമയത്തിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും ആ സമയം കളിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ജസ്റ്റ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. ജസ്റ്റ് ഒരു ടൈം പീരീഡ്, ഒരു സെക്കൻഡ് ഇങ്ങനെ മറിയുന്ന സമയത്താണ് നിങ്ങളുടെ സമയം മാറാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് നിങ്ങളുടെ ജസ്റ്റ് എനർജി മാത്രമാണ്. സോ ഈ എനർജി മാറാൻ വേണ്ടിയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാലാവസ്ഥ മാറുന്ന സമയത്ത്, സമയം മാറുന്ന സമയത്ത്, സിറ്റുവേഷൻസ് മാറുന്ന സമയത്ത്, ടൈം ലൂപ്പ് മാറുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സമയം മാറി നിങ്ങളുടെ സമയം ഓക്കെ ആകും എന്നുള്ളത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ഹീലറായിട്ട് മാറുന്നുണ്ട്, വാട്ടർ സൈനായിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പൊസിഷനിൽ നിങ്ങൾ എത്തുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന ഒരുപാട് ഫെമിനിൻ എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആരെയും ദ്രോഹിക്കാതെ, ആരെയും നശിപ്പിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ബ്ലെസ്സിങ്സ് കൊണ്ട് തരുന്നൊരു സമയമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം പീരീഡ് എൻഡായി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു ടൈം പീരീഡ് എൻഡായി. നിങ്ങളോട് വിഷമിച്ചിരിക്കണം, ഞാൻ ഇനി എന്ത് ചെയ്യണം, ബട്ട് നാട്ട് നെക്സ്റ്റ്, അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ ടൈം ലൂപ്പ് കഴിഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എനർജി ടൈം പീരീഡ് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗം വിട്ടിട്ട് നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ മറന്നതിന് ശേഷം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു കൈ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു വ്യക്തി വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ വഴി ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് എനർജിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പുതിയ അറേഞ്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ മാറ്റി കളയണം. ഇനി കളർഫുൾ ആയിട്ടുള്ള ലൈഫാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിവിടെ വിഷമിച്ചാൽ നിൽക്കുന്നത്, പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പിരിച്വൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ പെയിൻ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൺട്രോളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി. ഇത്ര നാൾ നിങ്ങൾ കണ്ട കാഴ്ച, നിങ്ങളുടെ ഡയമെൻഷൻ മാറാൻ പോവുക, നിങ്ങളുടെ എനർജി മാറാൻ പോവുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറാൻ പോവുക. ഈ സിറ്റുവേഷൻസ് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇവിടെ സക്സസ്സാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമിക്കുക ഒന്നുമില്ല. നിങ്ങൾ കഴിക്കാത്തൊരു ആഹാരത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫ്യൂച്ചർ എനിക്ക് പറഞ്ഞു തരാൻ ടോട്ടലി എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് ഹോപ്പ് തരുക. ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ആ ഒരു എനർജി, ആ ഒരു ഡിവൈൻ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂട്ടിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിനെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരിക്കലും ദൈവത്തിനെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്, ഭയങ്കര ഒരുപാട് ഇഷ്യൂസിലാണ് കടന്നു. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്, ഭയങ്കര മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, ഭയങ്കര ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുക. അല്ലെങ്കിൽ ഇവിടെ വിഷമിച്ചിരിക്കുന്ന സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, സോ ഈ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. ആരെങ്കിലും ഒരാൾ കൂട്ട് വേണം, ആരെങ്കിലും ഒരാൾ എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. കാരണം മനസ്സ് തകർന്ന് ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നു. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ വിഷമം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രശ്നം വന്നതിൻ്റെ സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നു. മക്കളെ ഓർത്തിട്ട് എന്തൊക്കെയോ വിഷമം വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. കുട്ടികളുടെ കാര്യം എന്താവും, എൻ്റെ മക്കൾക്കുണ്ടാവുന്ന എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
മക്കൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കി വെക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മക്കൾക്ക് അതിനോട് സ്നേഹമില്ല, അല്ല ആ ഒരു കാറ്റഗറി എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മക്കളെ ആലോചിച്ചിട്ട് എന്തൊക്കെയോ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. അവർ നന്നാവും, അവരുടെ കരിയർ സെറ്റ് ആവുമോ, അവരുടെ ഫ്യൂച്ചർ വെൽത്ത് എല്ലാം ഓക്കെ ആവുമോ എന്നറിഞ്ഞത്. ഞാൻ ഇത്രയും കാലം അവരെ സ്നേഹിച്ചിട്ട് എനിക്ക് അവരെ നിന്ന് കിട്ടിയത് ഫുൾ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലേ. അങ്ങനെ അവൻ്റെ മക്കളുടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബട്ട് അത് ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല, കാരണം അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനർജി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന എനർജിയാണ്. സോ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റീബർത്തിങ് ഉണ്ടാവുന്നുണ്ട്. സോ എനിക്കിവിടെ നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീബർത്തിങ് ഉണ്ടാകുന്നുണ്ട്, പുതിയൊരു ജന്മം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം നിൽക്കുന്ന പ്രോബ്ലംസും ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസും ഇപ്പം നിൽക്കുന്ന എനർജിയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയതിന് ശേഷം പുതിയൊരു വെൽത്ത്, പുതിയൊരു എനർജി, പുതിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ആ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതോ, ആ സമയം നിങ്ങൾ വിചാരിച്ചതോ, ആ സമയം നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് പോലത്തുള്ള ചിന്താഗതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നിങ്ങളിപ്പം 1990 നിന്നുകൊണ്ട് 2000 ഇന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത്. കാരണം ഡയമെൻഷൻ മാറിയത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എത്ര ചിന്തിച്ചാലും കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിരുന്ന് വിചാരിക്കും ഈ ചെറുക്കത് എന്തോന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കും എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓടി, ആഗ്രഹങ്ങളുടെ പുറകെ ഓടി, എനർജിയുടെ പുറകെ ഓടി, ആൾക്കാരുടെ പുറകെ ഓടി, സ്റ്റക്കായിട്ട് അപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും വേണ്ട, വരുന്നത് വരട്ടെ എന്നുള്ള സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാം എവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാമെന്ന്. ഒരുപാട് ഓടി തളർന്ന് അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. പിന്നെയും നിങ്ങളങ്ങനെ വെറുതെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക, യൂണിവേഴ്സ് എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഉള്ള തോന്നൽ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. എനിക്കുണ്ടായിരുന്നൊരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സമയം കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി യൂണിവേഴ്സിൽ ഒരിക്കലും ആരെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഒരാളെ ചുമ്മാ പറഞ്ഞ് പറ്റിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു നെഗറ്റീവ് പരമായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം മാറിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും. ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആലോമൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, എൻ്റെ ലൈഫിൽ ആരും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഞാൻ ഒരു കാര്യത്തിൽ പെട്ടുപോയി, ഇപ്പോൾ ഞാൻ സൈക്കിക്ക് പരമായിട്ടുള്ള ഒരു പ്രോബ്ലംസിലാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ബ്രോ, എനിക്ക് ബ്രോയോട് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ സൈക്കിക്ക് പരമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് സൈക്കിക്ക് ഞാനൊരു സൈക്കിക് പേഴ്സണാണ്. സോ ഈ സൈക്കിക്ക് വന്ന സമയത്ത് എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്താണ് എനിക്ക് അറിയണം. ഞാൻ ഒരുപാട് ഡോക്ടർമാരടുത്തും ഒരുപാട് ആൾക്കാരുടെ പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു കഴിവായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസ് അത് പ്രോബ്ലംസ് ആയിട്ട് മാത്രം നമ്മൾ കാണരുത്. നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് അതൊരു പ്രോബ്ലംസ് ആയിട്ട് മാത്രം നമ്മൾ കാണാൻ പാടില്ല. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു സക്സസ് ആയിട്ട് നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതുവഴി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ബ്രോയോട് പറയാനുള്ളത്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡിവൈൻ ഒരു സമയം മാറ്റാൻ വേണ്ടിയിട്ട്, ഈ ചൂട് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഒരു ചെറിയൊരു ടൈം പീരീഡ് മാത്രം മതി. കാരണം ഇന്നലെ ചൂടുണ്ടാകുന്നതിന് മേ ബി ഇന്ന് ചൂടുണ്ടാകാൻ ചാൻസസ് ഇല്ല. ഡിവൈൻ വിചാരിച്ച് കഴിഞ്ഞാൽ ചൂട് മാറ്റാൻ പറ്റും, ഒരു മഴ പെയ്യിപ്പിച്ചാൽ മതി. സോ യൂണിവേഴ്സലിന് ഒരു സെക്കൻഡ് മതി എല്ലാ കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടും, എല്ലാ കാര്യങ്ങളും സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ആളായിട്ട് മാറുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 1ഉം 2ഉം രാജ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റില്ല. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, ഒരുപാട് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന, നിങ്ങൾ ഒരുപാട് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന, ഒരുപാട് കുലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, ഒരുപാട് ആൾക്കാരെക്കുറിച്ച് പഠിക്കുന്ന, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽത്തഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സൈക്കിക് കാർഡും കൂടെ എടുത്തൊന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടുന്ന എനർജിക്ക് അനുസരിച്ച് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എനിക്കിവിടെ ഏത് എനർജിയാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കറണ്ട് എനർജിയാണ് കൂടുതൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കറണ്ട് എനർജി മാത്രം പറയാം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ അത്രയും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ വീഡിയോസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വരത്തുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ഇവിടെ കറക്റ്റ് കിട്ടും. നമ്മൾ നോക്കി, പക്ഷേ എങ്കിൽ നമുക്ക് നോക്കാം. ഡിവൈൻ ഇവരുടെ ഫ്യൂച്ചർ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈക്കിക് കാർഡ് നേരത്തെ ആ ആരോമലിൻ്റെ കേസ് പറഞ്ഞ കണക്ക് തന്നെ സൈക്കിക് കാർഡ് എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക, നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം ഏതാണ് സിറ്റുവേഷൻസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. യുവർ ഫ്യൂച്ചർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്.
ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ വന്നിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. വെറുതെ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ട്. മറ്റുള്ള ആൾക്കാർ വേറെ എന്തൊക്കെയോ കാര്യത്തിലോട്ട് ഓടുന്ന സമയത്ത് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പർപ്പസിലോട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഓറ ഉണ്ട്, വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യത്തിലോട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ എത്തിപ്പെടും, ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിറകെ ഓടുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഹാപ്പിനെസ്സിലോട്ട് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ, നിങ്ങളുടെ കറക്റ്റ് എനർജി എന്താണോ അതിലോട്ട് എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. നിങ്ങൾ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സോൾ ഒരുപാട് ആഗ്രഹിച്ച നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ എത്താൻ പോകുന്നു അല്ലെങ്കിൽ എത്തിപ്പെടും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു കാര്യം എന്ന് പറയുന്നത് വിദേശയാത്രയാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു വ്യക്തി ലൈഫിൽ കടന്നു വരുന്നതാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തോ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തോ ഒരു കഴിവാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഡയറക്ഷൻ മാറുന്നതാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്തോ ഒരു സാധനം, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ നടക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എത്തി എന്നുള്ള 100% ഇവിടെ കാണാൻ പറ്റുന്നു. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആയിട്ട് കാണാൻ പറ്റുന്നു. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ എത്തിക്കഴിഞ്ഞു. ആ പ്രോബ്ലംസ് എല്ലാം മാറിയിട്ട് നിങ്ങൾ ആ ഒരു സക്സസ്, നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി അതുവഴി എത്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറക്ഷൻ മാറാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസും ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയറും എല്ലാം മാറി നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ വിധി ദൈവം അല്ലെങ്കിൽ ഡിവൈൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു വലിയൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എത്തിപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പർപ്പസിലോട്ട് നയിക്കാനും നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പം അത് ഹെൽപ്പ് ചെയ്യാനും, നിങ്ങളൊരു നെഗറ്റീവ് പരമായിട്ടുള്ള സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജി ഡ്രൈനായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. സോ നിങ്ങളൊരു പായ്ക്കപ്പലിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തുഴഞ്ഞ് നിങ്ങൾ തളർന്നു നിന്നുണ്ടെങ്കിൽ പായുണ്ട്. സോ കാറ്റ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരും. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവേണ്ട ആവശ്യമില്ല. എന്ത് നെഗറ്റീവ്, എന്ത് പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ, എന്ത് ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും, നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്താലും, മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് ഫ്ലോപ്പായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഡിവൈൻ പരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തും എന്നുള്ളതിന് ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ തന്നെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ വിളിക്കുന്ന ഡിവൈനെ തന്നെ നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയമോ നിങ്ങളുടെ പ്രശ്നമോ നിങ്ങൾക്കിനി എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിനി നിങ്ങളിനി എന്ത് അവസ്ഥയിലാണോ നിൽക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, നിങ്ങളിനി എത്ര വലിയ പ്രോബ്ലത്തിലാണോ നിൽക്കുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടും. നേരത്തെ ആരോമിൻ്റെ കേസ് പറഞ്ഞു നടക്കണം. അവനൊരു സൈക്കിപരമായിട്ടുള്ള അവന് ഏതോ ഒരു വ്യക്തി അവനെ ചീറ്റ് ചെയ്ത് അത് പരമായിട്ട് അവൻ സൈക്കിപരമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിലോട്ട് കടന്നുപോയി. പക്ഷേ എന്താ പറയുക, അത് അവന് ഒരു സമയത്തൊരു സക്സസ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അവനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യണം, ചില ആൾക്കാരെ അടുത്തോട്ട് പോകണം, ചില സിറ്റുവേഷൻസ് ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തില്ല എന്നുള്ള വിഷമമുണ്ട്, ഒരു ടൈം പീരീഡ് ഫുൾ എനിക്ക് നെഗറ്റീവായിട്ട് പോയി എന്നുള്ള സിറ്റുവേഷൻസ്, എന്തൊക്കെയോ നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണോ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വല്ല ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ, എൻ്റെ ലൈഫിൽ ആരെങ്കിലും നശിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടോത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോകുന്നുണ്ട്, വേറെ പൂജാരിമാരെടുത്ത് പോകുന്നുണ്ട്, ഇത് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ചില ടെംപ്റ്റേഷൻസ്, ചില ആൾക്കടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഇല്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സക്സസ് വരുന്നതിന് മുന്നേ ഒരു നെഗറ്റീവ് വരും. അത് 100% എല്ലാവരുടെ ലൈഫിലുള്ള സാധനമാണ്. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ സക്സസിൻ്റെ പീക്ക് പോയിന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പാഷനേറ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ പാഷൻ എന്താണോ അതിലോട്ടാണ് നിങ്ങളിനി എത്താൻ പോകുന്നത്. നിങ്ങൾക്ക് ചെറുതിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ഫുൾഫിൽ ആകണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. സോ നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓറ
വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങൾ പീസായിട്ട് നിങ്ങൾ സമാധാനം കിട്ടാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് എനർജി ഭയങ്കരമായിട്ട് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലുക്ക്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് ആവുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് ആദ്യം നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന തടസ്സം എന്താണെന്ന് അറിഞ്ഞിട്ട് ആ തടസ്സത്തെ മറികടക്കുക. അതിനുശേഷം മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇവിടെ കാണുന്ന അതാണ്, ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് ഒരുപാട് പേര് ആകുലപ്പെട്ട് നിൽക്കുന്നു, ഒരുപാട് പേര് വിഷമിച്ച് നിൽക്കുന്നു. നിങ്ങൾക്കറിയാം നിങ്ങളുടെ തടസ്സം എന്താണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ തടസ്സം മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ബ്രൈറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ആരോഗ്യപരമായിട്ടൊക്കെ ചെറിയൊരു പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്കാൻഡൽ ചക്ര ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ചില ആൾക്കാർ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഡോപ്പാമിൻ, സെറിട്ടോണിൻ എന്ന് പറയുന്ന 2 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഇത് കൂടുതലും എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കൂടുതലും എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ തലച്ചോറിൽ നല്ല വരുന്നത്, നമ്മുടെ കുടൽ ഇത് ഭയങ്കരമായിട്ടും നമ്മളെ വയറ്റിൻ്റെ താഴെ നിന്ന് ഇത് ഉത്ഭവിക്കാനുള്ളൊരു ഇതുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അറിവുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി. അതായത് സ്വാദിഷ്ടധാര, അവിടെ നിന്ന് മൂലധാര, സ്വാദിഷ്ടധാര, അനാഹാര, അങ്ങനത്തുള്ള നമ്മളെ ചക്രാസ് ഉണ്ടല്ലോ. അപ്പം ഇത് നമ്മുടെ അടിവയറ്റ്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ജയിൻ്റ് വീലിൽ കയറുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളൊരു പെണ്ണിനെ കാണുന്ന, നമ്മൾ നല്ല ആഹാരം കഴിക്കുന്ന സമയത്ത് ചക്രാസ് എപ്പോഴും എല്ലാം ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചക്രാസ് എല്ലാം പവർഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാം നടക്കും കേട്ടോ. ചക്രാസ് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാം നടക്കും. നമുക്ക് ഒരു തടസ്സം ഉണ്ടാവത്തില്ല. ചക്രാസ് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തടസ്സം നടക്കും. നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മൂലധാര, നമ്മുടെ പിന്നെ ഇതിനൊക്കെ കുടൽ സംബന്ധമായിട്ടുള്ള കേസ് അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇത് പറഞ്ഞാൽ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാനിപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ വൈഫിന്, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് മനസ്സിങ്ങനെ നമുക്കിങ്ങനെ നമുക്കൊരാളെ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ അടിവയറ്റ് ചെയ്യുന്ന ഒരു പ്രണയത്തിനെ കുറിച്ച് ആൾക്കാർ അടിവയറ്റ് ചെയ്യുന്ന ഒരു മഞ്ഞിങ്ങനെ തെളിഞ്ഞ് നടക്കുന്നത്. സത്യം പറയാൻ കുടലിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഈ ഡോക്ടർമാരടുത്തോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിവുള്ള ആടുത്തും പോയി ചോദിച്ചു കാരണം ഡോപ്പാമിൻ, സെറട്ടോണിൻ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ്, കുടലിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ചക്രയിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ആ തടസ്സം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആഹാര സംബന്ധമായിട്ടാണെങ്കിലോ പിന്നെ കാമപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലോ നിങ്ങൾ ഒരുപാട് എനർജി വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. കാമം എന്ന് പറയുന്നത് അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ചക്രാസ് എപ്പോഴും മെയിൻറ്റെയിനിൽ കൊണ്ട് നടക്കാൻ വേണ്ടി നോക്കുക. ചക്രാസിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ചക്രാസ് എന്ന് പറയുന്നത് 7 ചക്രാസ് ഉണ്ട്. മൂലാധാര, സ്വാദിഷ്ടധാര, അനാഹാര, മണിപ്പൂര, വിശുദ്ധി, ജ്ഞാന, സഹസ്ര, അങ്ങനെ 7 എണ്ണം ഉണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റ് കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾക്ക് വരേണ്ട ബ്ലെസ്സിങ്സും അനുഗ്രഹവും എല്ലാം അവിടെ വരത്തുള്ളൂ. ഒന്ന് ബ്ലോക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചറപറ എല്ലാം ബ്ലോക്കേജ് ആവും. സോ ഒന്നുപോലും ബ്ലോക്കേജ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻ പൊട്ടും. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ജ്ഞാന പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജ്ഞാനചക്ര പോയി കഴിഞ്ഞാൽ ഇൻഡ്യൂഷൻസ് കറച്ച് കിട്ടത്തില്ല. സഹസ്ര പോയി കഴിഞ്ഞാൽ ഡിവൈനായിട്ടുള്ള കണക്ഷൻസ് പോകും. വിശുദ്ധി പോയി കഴിഞ്ഞാൽ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം, സംസാരങ്ങൾ ക്ലിയർ ആവത്തില്ല. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ചക്രാസ് എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളടുത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഷാഡോ പോലെ നിൽക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസസ് ഫ്യൂച്ചറിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആവാം, സോൾമേറ്റ് ആവാം, നിങ്ങളുമായിട്ട് നിങ്ങളുടെ കറക്റ്റ് ആ വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ടോട്ടലി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്യാരക്ടറായിരിക്കും ആ വ്യക്തിക്ക്, നിങ്ങളുടെ സ്വഭാവമായിരിക്കും ആ വ്യക്തിക്ക്, നിങ്ങളുടെ ചിന്തകളായിരിക്കും ആ വ്യക്തിക്ക്, നിങ്ങളുടെ വേവ് ലെങ്ത്, നിങ്ങളുടെ ഓറ എല്ലാം തന്നെ ആയിരിക്കും. പക്ഷേ ടോട്ടലി ഡിഫറൻറ്റഡ് ആയിരിക്കും. അതായത്
നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളോ നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻസോ ഒന്നും ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. ആ വ്യക്തി ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ആ വ്യക്തി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയതിന് ശേഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. പക്ഷേ അത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതല്ല ആ വ്യക്തി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ടൈം പീരീഡ് കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പെയിനും കാര്യങ്ങളും എല്ലാം നശിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. ബട്ട് ഇപ്പം നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയല്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയാം. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഏഞ്ചൽ കാർഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് നോക്കി പറഞ്ഞുതരാം ആ ആളാണെന്ന്. നോക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയാണോ? അല്ല. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയല്ല. 100% റിക്കവറി ആവും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വ്യക്തിയല്ല. അത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് തന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അത് റിക്കവറി ചെയ്യും. പക്ഷേ ഈ വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് എനർജി തന്നിട്ടുണ്ട്. ഈ വ്യക്തി മൂലമായിരിക്കണം നിങ്ങൾ സ്പിരിച്വൽ ലെവലിലേക്ക് കയറിയതും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങളുടെ ഓറ വർദ്ധിച്ചതും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടായതും എല്ലാം ഈ വ്യക്തി വഴിയായിരിക്കണം. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ഫെമിനിൻ എനർജിയാണ്. സോ ആണാണെങ്കിൽ പോലും അതൊരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ വ്യക്തി അല്ല നിങ്ങൾ വിചാരിച്ചിരുന്ന ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. വേണമെങ്കിൽ അത് യെസ് ഓർ നോ ചോദിച്ചു നോക്കാം. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇതിപ്പോൾ എത്ര ഏജ് ആയാലും കുഴപ്പമില്ല കേട്ടോ. വെയിറ്റ് കാർഡാണ് കാണിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ വെയിറ്റ് കാർഡാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി കടന്നു വരേണ്ട. ആ വ്യക്തി ചിലപ്പം നിങ്ങളെക്കാളും ഏജ് കുറവായിരിക്കും. ചിലപ്പം നിങ്ങൾ നല്ല 60, നിങ്ങൾക്കൊരു 70-80 വയസ്സായി നിൽക്കുന്ന ആ സമയത്തായിരിക്കും ആ വ്യക്തി കടന്നു വരുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് മാറും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ബഡിയായിട്ട് മാറും. നിങ്ങൾ തമ്മിലുള്ള ഞാൻ പറഞ്ഞില്ലേ സോളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏജ് വ്യത്യാസങ്ങൾ വരത്തില്ല. സോളിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും സോളാണ്, നിങ്ങളും സോളാണ്. പക്ഷേ നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് മേ ബി എനിക്കുണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും. സോ അതിൻ്റെ ഇതല്ല. നിങ്ങളെ വ്യക്തി ഭയങ്കരമായിട്ട് പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇമോഷണൽ പേഴ്സണേ ആയിരിക്കത്തില്ല. ഈ വ്യക്തി ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യക്തി ഈ വ്യക്തി മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ് ഉണ്ടാകും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് അനുഭവിക്കും, ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കും. പക്ഷേ നിങ്ങളെക്കുറിച്ച് എല്ലാം ഈ വ്യക്തിക്ക് അറിയായിരിക്കും. അതേ കണക്കൊരു ലൂപ്പുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ കാറ്റലോഗ് ഈ വ്യക്തിക്ക് കിട്ടും. ഇതൊരു ലൂപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങളും ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകും. പക്ഷേ ഒരുപാട് പഠിക്കും, നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള ടാലൻറ്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കന്മാരുമായിട്ടുള്ള സംസാരം, നിങ്ങൾ മേ ബി ഒരു ടാറോ കാർഡ് റീഡർ ആവുമായിരിക്കും, മേ ബി ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഹീലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറിയതിനു ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു ജേണി, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങളിലുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ ആരാണ്, എൻ്റെ ജീവിതം എന്താണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങൾ ഒരുപാട് ആ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവാൻ വേണ്ടി നിങ്ങളുടെ കരിയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പോകുന്നൊരു കാര്യം അറിയണം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കണക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ആ സമയത്ത് നിങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാർ പല രാജ്യത്ത് പോയി പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഭയങ്കര അധികാരത്തിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് പണം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. മറ്റു ചിലരെ സംബന്ധിച്ച് സ്പിരിച്വൽ പരമായിട്ടുള്ള ടിൻ ഫ്ലെയിം, സോൾമേറ്റ് അങ്ങനെ പോയി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഫാഷൻ ഡിസൈനിങ്, ഫിലിം, അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് എനിക്ക് ഒരുപാട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ജസ്റ്റ് നമുക്കൊരു അപ്പം ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു മേജറായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടെ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഏഞ്ചൽ മെസ്സേജ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചൂസ് ന്യൂ ഡയറക്ഷൻ തേടി പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഡയറക്ഷനോ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സ്ഥലമോ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസോ ഒന്നും അല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ പോകാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. മേ ബി അതൊരു യൂറോപ്യൻ കൺട്രീസിലോട്ടോ ദുബായ് അങ്ങനെ ഗൾഫ് കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ സ്ഥലം മാറുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു പൊസിഷനിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ജീവിതത്തിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത ജീവിതത്തിലോട്ട് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കാളും പവർ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവറ്റ് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിനാണ് കാണാൻ പറ്റുന്നത്. സോ ഇപ്പോൾ കാണുന്ന ഫ്യൂച്ചർ അല്ല യഥാർത്ഥ ഫ്യൂച്ചർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
സോ അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹീലർ പരമായിട്ടുള്ള നിങ്ങളുടെ ചക്രാസൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെ കാണുന്നുണ്ട്. അവേക്കനിങ് പേഴ്സണായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ള ഒരു ഫാൻറ്റസിക് വേൾഡിൽ നിങ്ങൾ ചെന്ന് പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റിക്കവർ ആയി പൊക്കോളും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടീസ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓക്കെ ആകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് പുറമെ ആർക്കും പേഴ്സൺ റേഡിങ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മാത്രം എനിക്കൊരു ഹായ് ഇട്ടാൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.